നമസ്കാരം. ഗ്യാസ് ട്രബിൾ മാറാൻ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് ട്രബിൾ, നെഞ്ചിരിച്ചിൽ, പൊളിച്ചു കിട്ടൽ എന്നിവ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. എന്ത് മരുന്ന് കഴിച്ചാലും തൽക്കാല ആശ്വാസമല്ലാതെ അവർക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസ് ട്രബിൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഇങ്ങനെയുള്ളവർക്ക് എന്ത് കഴിച്ചാലും വയറ് കട്ടിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കുക, ഏമ്പൊക്കെ അധികമായി പോവുക, കീഴ്ശ്വാസം അധികമായി പോവുക, ഇതൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെയുള്ളവർ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ്. 3-4 നേരമായി നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി ക്രമീകരിക്കുക. അതുപോലെ തന്നെയാണ് സ്നാക്സ് അമിതമായി കഴിക്കുക. ചിലർ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും കുറച്ച് കൊണ്ടിരിക്കുന്ന ശീലങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് ഒഴിവാക്കുന്നത് ഈ ഗ്യാസ് ട്രബിൾ മാറ്റാൻ വളരെ പ്രധാനമാണ്. രാത്രി വൈകി, അതായത് 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് മൂലം ശരിയായ ദഹനം കിട്ടാതിരിക്കുകയും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം, അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ ആമാശയം വർക്ക് ചെയ്യുന്നത് മുതൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടാതെ ഇരിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് ശരിയായ ദഹന പ്രക്രിയയ്ക്ക് നമ്മെ സഹായിക്കുകയും അതുപോലെ വയറിനകത്ത് അമിതമായിട്ടുള്ള ഗ്യാസ് തിങ്ങിക്കൂടാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.